ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എവർക്കും ഒരു കൂടി മറ്റേ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വളരെയധികം ഇമ്പോർട്ടൻറ്റും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്നതും കൂടെ ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പലതരത്തിലുള്ള പനികളുണ്ട്. കോവിഡിൻ്റെ പനി, അതല്ലാത്ത പനി, പിന്നെ ജലദോഷം, മൂക്കടപ്പ്, നീർക്കെട്ട്, നമുക്ക് ശ്വാസതടസ്സം ഉണ്ടാകുക, തലയിലൊക്കെ നമുക്കറിയാം ഇവിടെയൊക്കെ നമുക്ക് നീർക്കെട്ട് ശരിക്കും കൂടിക്കഴിഞ്ഞാൽ തലയുടെ ഈ ഒരു ഭാവമൊക്കെ നമുക്ക് അനക്കാൻ പറ്റില്ലാത്തൊരു സിറ്റുവേഷനാണ് സാധാരണ ഇതിൽ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇതെല്ലാത്തിനും ഒരു പരിഹാരമായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള റെമഡിയാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ഏവർക്കും എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇതിന് ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, പനി നമുക്ക് സാധാരണ പനിയാണെങ്കിൽ അത് മാറ്റാനും, ജലദോഷം മാറ്റാനും, മൂക്കടപ്പ് മാറ്റാനും, നമുക്ക് കഫക്കെട്ട് പൂർണ്ണമായിട്ടും ഒഴിവാക്കാനും ഇതെല്ലാത്തിനും ഗുണമാകുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഹോം റെമഡി. അപ്പോൾ ഇനി ഒട്ടും താമസിക്കേണ്ട, നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ബെലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക. പിന്നെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും അതോടൊപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ ഇനി ഒട്ടും താമസിക്കേണ്ട, നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആവശ്യമുള്ള നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റിൽ ഒന്നാമത്തേത് ഇതാണ്, ഈ ഒരു ലീഫാണ്. ഈ ലീഫ് എന്ന് പറഞ്ഞാലും നമ്മുടെ സാധാരണ തുളസി ഇല അറിയാലോ എല്ലാവർക്കും, ആ ഒരു ലീഫിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട കാര്യം തന്നെയാണിത്. ഇതിൻ്റെ പേര് ബാസിൽ എന്നാണ്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്നതാണ് ബാസിൽ എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തുളസി ഇല ഉണ്ടെങ്കിൽ ആ തുളസിയില മാത്രം എടുക്കുക. ഇത് അതിൻ്റെ ഒരു വർഗ്ഗത്തിൽപ്പെടുന്ന ഒരു സസ്യമാണിത്. എന്തായാലും ഇതിൻ്റെ ആ ഒരു മണവും കാര്യങ്ങളും എല്ലാം നമ്മുടെ സാധാരണ തുളസിയില പോലെ തന്നെയാണ്. അതിൻ്റെ ഒരു വംശമാണെന്ന് മാത്രം. അപ്പം ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾക്ക് തുളസിയില അവൈലബിൾ ഉണ്ടെങ്കിൽ ഈ ഒരു ആവശ്യത്തിന് തുളസിയില മാത്രമായിട്ട് എടുക്കുക. അതോടൊപ്പം തന്നെ തുളസിയിലയുടെ ഈ തണ്ടുകൂടി ഉണ്ടെങ്കിൽ ഈ തണ്ടും കൂടി കൂട്ടിയെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് തുളസിയില അതല്ലെങ്കിൽ ഈ ബാസിൽ ലീഫ് ഞാനിവിടെ എടുക്കുന്നു. ഇനി രണ്ടാമത് വേണ്ട നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മുടെ സാധാരണ ചെറു ഉള്ളി. ഓക്കെ, അപ്പം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഉള്ളി അല്ലാതെ ഇത് വ്യത്യസ്തമായ ഒരു ഉള്ളിയാണ്, എന്നാലും ചെറുഉള്ളി തന്നെയാണ്. അപ്പോൾ എപ്പോഴും എടുക്കുമ്പോൾ ഇത് മാത്രം ശ്രദ്ധിക്കുക, ചെറുഉള്ളി എടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്താൽ മതി. ഇതുപോലെ 2 പീസാക്കി ഇട്ടാൽ മാത്രം മതി. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് സാധാരണ നമ്മുടെ ഇഞ്ചി ചെറുതായിട്ട് ഒരു ചെറിയ ഇതുപോലെ 3-4 പീസാക്കി കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 2 വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റ് നമുക്ക് വേണ്ടത് സാധാരണ നമ്മുടെ കറുവപ്പട്ടയാണ്. ഈ കറുവപ്പട്ടയുടെ ഇതുപോലെ പീസോ, ഒരുപാട് വലിയ പീസിൻ്റെ ആവശ്യമൊന്നുമില്ല, ഈ ഒരു പീസോളം നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു പാൻ എടുത്ത് ഒരു മീഡിയം ഹീറ്റിലേക്ക് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു 1.5 അല്ലെങ്കിൽ 2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിക്കുകയാണ്. ഈ ഉള്ളി നമുക്ക് ഇതിലേക്ക് ഇടാം. ഈ ഒരു ആവശ്യത്തിന് ചെറുഉള്ളി മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത് നമ്മുടെ ഇഞ്ചി നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ മൂന്നാമത് നമ്മുടെ കറുവപ്പട്ട, പിന്നെ നമ്മുടെ ഗാർലിക്ക്, ലാസ്റ്റ് നമ്മുടെ ഈ ഒരു തുളസി എല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇത് ശരിക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ ജസ്റ്റ് ഇതൊന്ന് ഇളക്കിയ ശേഷം ഇതൊന്ന് അടച്ച് വേവിക്കുകയാണ്. ഏകദേശം 5 to 10 മിനിറ്റ്സ് ശരിക്ക് തിളയ്ക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ശരിക്ക് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ജസ്റ്റ് തിളച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാനൊരു 5 മിനിറ്റ് കൂടി ഇത് ഇവിടെ വെക്കുകയാണ്. കാരണം ഒരല്പം കൂടി ഒന്ന് തിളച്ച് ഇതിൻ്റെ അതെല്ലാം നല്ല സത്തും ഈ വെള്ളത്തിലേക്ക് വരണം. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്നുകൂടി നമുക്ക് ശരിക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇപ്പം 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. ശരിക്ക് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം ഈ വെള്ളത്തിൻ്റെ നിറം തന്നെ മാറി വരുന്നുണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് എല്ലാ നല്ല ഗുണങ്ങളും ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. പക്ഷേ ഇത് അതേപോലെ തന്നെ അടച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്കിത് എടുക്കാം. ഇത് അടച്ചു വെക്കാൻ പറഞ്ഞ കാര്യം മറ്റൊന്നാണ്. നമ്മൾ ഇനി ഇതിങ്ങനെ മാറ്റി വെച്ച ശേഷം ആ ചൂടോട് കൂടി അതേപോലെ തന്നെ ഇങ്ങനെ മാറ്റി വെച്ച ശേഷം നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് ശരിക്കും നിങ്ങൾ ആവി പിടിക്കുക. ഇപ്പം നമ്മൾ ഇട്ടേക്കുന്ന ഈ ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ച് ശരിക്ക് ആവി പിടിക്കുക. ഓക്കെ, ഒരു 5 മിനിറ്റ് മാത്രം ശരിക്ക് ആവി പിടിക്കുക. ഈ വരുന്ന ഈ ആവി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും നല്ല സത്താണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട, ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾ ആദ്യം ഇത് ശരിക്ക് ആവി പിടിക്കുക.
ഒരു 5 മിനിറ്റ് ഇതുപോലെ ശരിക്ക് ആവി പിടിച്ചാൽ തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന ഈ ജലദോഷം അല്ലെങ്കിൽ ആ മൂക്കടപ്പോ അല്ലെങ്കിൽ നമ്മുടെ ചങ്കിൽ നീർക്കെട്ട് വീഴേക്കുന്ന ഇതെല്ലാം കഫം തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ഇങ്ങനെ ശരിക്ക് ആവി പിടിച്ചാൽ തന്നെ. ഇനി ആവി പിടിച്ച ശേഷവും ഈ വെള്ളം നിങ്ങൾ കളയാൻ പാടില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് അരിച്ചെടുത്തു കഴിഞ്ഞാൽ വളരെ ഔഷധ ഗുണമുള്ള ഒരു മെഡിസിനായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിത് ശരിക്ക് ഒന്ന് അരിച്ചെടുക്കാം. ചെറിയൊരു ഗ്ലാസ്സിലേക്ക് ഞാൻ അരിച്ച് മാറ്റിയിട്ടുണ്ട്. ഗ്ലാസ്സിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഇരിക്കും. ഇനി ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ കുടിക്കാവുന്നതാണ്. ഈ പ്രശ്നങ്ങളുള്ള എല്ലാ സമയങ്ങളിലും നമുക്ക് ദിവസം ഇതുപോലെ ഒരു ഗ്ലാസ് ചെറു ചൂടോടുകൂടി തന്നെ നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പനി, ജലദോഷം, മൂക്കടപ്പ് അതല്ലെങ്കിൽ മറ്റുള്ള ഈ കഫക്കെട്ട് ഇതെല്ലാം ഈസി ആയിട്ട് നാച്ചുറലായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്കിത് മാറ്റിയെടുക്കാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ ഇത് ഉണ്ടാക്കാം. 2 മാർഗ്ഗത്തിൽ കൂടി ഇത് ഉപയോഗിക്കാൻ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. നമുക്കിത് ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ശരിക്കും തിളച്ച് എടുത്ത ശേഷം നമുക്ക് അതേപടി തന്നെ എടുത്ത് ഒന്ന് സൂക്ഷിച്ച് ഒരു സ്ഥലത്ത് വെച്ച ശേഷം ശരിക്കും ഒരു 5 മിനിറ്റ് നേരം ശരിക്കും ഒന്ന് ആവി പിടിക്കുക. അങ്ങനെ ആദ്യത്തെ ആവി പിടുത്തം കൊണ്ട് തന്നെ നമുക്ക് വളരെയധികം വ്യത്യാസം കാണും. അതോടൊപ്പം തന്നെ രണ്ടാമത് എന്ത് ചെയ്യണത്, ഇത് കളയാൻ പാടില്ല, പകരം അരിച്ചെടുത്ത് ഒരു ദിവസം ഒരു നേരം ഒന്ന് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നീർക്കെട്ട്, തലവേദന അതല്ലെങ്കിൽ ശ്വാസതടസ്സം അങ്ങനെ സംബന്ധിച്ചുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും 100% ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. അതും നാച്ചുറലായ രീതിയിൽ കൂടി തന്നെ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്നാൽ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അതിമനോഹരം. നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം ജോബി വാലങ്കൽ. അതുവരേക്കും ഷോപ്പായി.